നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് ശക്തമായ സുരക്ഷാ സംവിധാനം ഒരുക്കിയതായി ഡിവൈഎസ്പി കെ.എം. ബിജു. മൂന്ന് ദിവസങ്ങളിലായി തെക്കൻ കുറ്റൂർ അൻസാദുൽ ഹുദ സംഘത്തിന്റെ കീഴിൽ നടന്നുവന്ന സ്വലാത്ത് വാർഷികം സമാപിച്ചു. വെട്ടംപടിയം പ്രദേശ് കലാകായിക ഭവന്റെ പ്രീമിയർ ലീഗിന്റെ സീസൺ നമ്പർ 1 താരലേലം പൂർത്തിയായി. വികസന വിരോധത്തിനെതിരെയുള്ള മൂന്നാംഘട്ട പ്രതിഷേധ സായാഹ്ന ധർണ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചു. കേരള സെൻട്രൽ സ്കൂൾ സ്പോർട്സ് മീറ്റ് മത്സരങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ തുടക്കമായി. വിശദമായ വാർത്തകൾ. മതമൈത്രിയുടെ ചരിത്രം വിളിച്ചോതുന്ന വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. അമ്പാട്ട് കുഞ്ഞാണ്ടിയുടെ കുടുംബാംഗങ്ങളും നേർച്ച കമ്മിറ്റി ഭാരവാഹികളും ചേർന്നാണ് ചെറിയ കൊടിയേറ്റിയത്. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി കൊണ്ടാടുന്ന നേർച്ചയ്ക്ക് വടക്കേത്തൊടിയിൽ ഹംസയുടെ കുടുംബാംഗങ്ങളും നേർച്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് വലിയ കൊടിയേറ്റുന്നതോടെ നേർച്ചയ്ക്ക് തുടക്കമാകും. ഇനിയുള്ള 3 നാൾ തിരൂരുകാരുടെ ആഘോഷരാവുകൾ തന്നെയാണ്. വെട്ടത്ത് പുതിയങ്ങാടി യാഹൂന്തങ്ങൾ ഔലിയയുടെ 171ാമത് വലിയ നേർച്ചക്കാണ് ഞായർ മുതൽ ചൊവ്വാഴ്ച വരെയുള്ള 3 ദിവസങ്ങളിലായി BP അങ്ങാടിയും പരിസരവും സാക്ഷ്യം വഹിക്കുക. നേർച്ചയോടനുബന്ധിച്ചുള്ള കാർണിവലിനുള്ള ഒരുക്കങ്ങളായി. BP അങ്ങാടി ബൈപ്പാസ് റോഡരികിലും തിരൂർ ചമ്രവട്ടം റോഡരികിലുമാണ് കാർണിവൽ നടക്കുക. തെരുവോര കച്ചവടക്കാരും സ്ഥലം പിടിച്ചു കഴിഞ്ഞു. നേർച്ചയോടനുബന്ധിച്ച് തെരുവോരത്തെല്ലാം നേർച്ചമിഠായി കച്ചവടം തുടങ്ങിയിട്ടുമുണ്ട്. പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ ജാറത്തിന് മുന്നിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് തുറക്കും. നേർച്ച ദിവസങ്ങളിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും. ഞായറാഴ്ച രാവിലെ BP അങ്ങാടി മാർക്കറ്റിൽ നിന്ന് 100 കണക്കിന് അരിച്ചാക്കുകൾ തലയിലേന്തിയാണ് ജാറത്തിലേക്ക് കഞ്ഞിക്കാരുടെ വരവുകളെത്തുക. ഈ അരി ഉപയോഗിച്ച് കഞ്ഞിയുണ്ടാക്കി 3 ദിവസവും കഞ്ഞിപ്പാർച്ച നടത്തും. ഉച്ചയ്ക്ക് 2-ന് തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 8 ആനകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരന്ന് ജാറത്തിലേക്ക് കുടിവരവ് നടത്തും. നേർച്ചക്കൊടി പരമ്പരാഗതമായ രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് DYSP K.M. ബിജു നേർച്ച കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറും. സ്റ്റേഷൻ വളപ്പിൽ വിവിധ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും അരങ്ങേറും. കൊടിവരവ് പൂഴിങ്കുന്നിൽ പോയി തിരിച്ച് ജാറത്തിൽ വന്ന ശേഷമാണ് വലിയ കൊടിയേറ്റുക. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നായുള്ള 50ഓളം പെട്ടിവരവുകൾ ജാറം മൈതാനിയിൽ പ്രവേശിക്കും. സമാപന ദിവസമായ ചൊവ്വാഴ്ച വാക്കാട് നിന്നുള്ള ചാപ്പക്കാരുടെ വരവോടെ കമ്പം കത്തിച്ച് നേർച്ച സമാപിക്കും. വെട്ടം ന്യൂസ്, തിരൂർ. വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് ശക്തമായ സുരക്ഷാ സംവിധാനം ഒരുക്കിയതായി ഡിവൈഎസ്പി കെ.എം. ബിജു വെട്ടം ന്യൂസിനോട് പറഞ്ഞു. കൊടിയേറ്റ ദിവസമായ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം പൂർണ്ണമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നേർച്ചയുടെ സമാപന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ മുതൽ തന്നെ ഗതാഗത നിയന്ത്രണം തുടരും.
നേർച്ച വരവുകളിൽ DJ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 2024 വർഷത്തെ BP അങ്ങാടി നേർച്ചയോടനുബന്ധിച്ച് പോലീസിൻ്റെ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. 7, 8, 9 തീയതികളിൽ ട്രാഫിക് നിയന്ത്രണവും അതുപോലെ മലപ്പുറം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും BP അങ്ങാടി നേർച്ചയോടനുബന്ധിച്ചുള്ള ഡ്യൂട്ടിക്ക് ഉണ്ടാവുന്നതാണ്. ഈ പരിപാടി ഈ നേർച്ചയോടനുബന്ധിച്ചിട്ട് ഏകദേശം 1000-ഓളം പോലീസുകാരുടെ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകളെ മഫ്തി പോലീസിനെ ഉപയോഗിച്ച് നിരീക്ഷിച്ച് അവരെ പിടിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. അനാവശ്യമായിട്ട് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി അതുപോലെ സുഗമമായ നടത്തിപ്പിന് പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളെ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുന്നതാണ്. ഈ പരിപാടിയിൽ DJ പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏത് സമയത്തും പോലീസിനെ വിളിക്കാവുന്നതാണ്. 7-ാം തീയതി, 8-ാം തീയതി, 9-ാം തീയതിയും ഗതാഗത നിയന്ത്രണവും ഉണ്ടായിരിക്കുന്നതാണ്. പോലീസ് പിന്നെ വനിതാ പോലീസും മഫ്തി പോലീസും ഡാൻസ് ഓഫ് അടക്കമുള്ള ടീമുകളെ ഈ അവസരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. 7-ാം തീയതി ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. വലിയ വാഹനങ്ങളെ ഉച്ച മുതൽ തന്നെ ഒഴിവാക്കും. അതുപോലെ സമയം ആവുന്നതനുസരിച്ച് ചെറിയ വാഹനങ്ങളും ഈ ചമ്രവട്ടം റോട്ടിൽ ഒഴിവാക്കുന്നതാണ്. 9-ാം തീയതി രാവിലെ മുതൽ തന്നെ നമ്മൾ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. വലിയ വണ്ടികളെ നമ്മൾ ഹൈവേ കൂടെ തന്നെ തിരിച്ചുവിടും. ചേളാരിയിലും നെരിപ്പറമ്പിലും അതുപോലെ പൂക്കയിലും പോലീസിൻ്റെ പിക്കറ്റ് പോസ്റ്റുകൾ ഉണ്ടായിരിക്കും. അവിടെയെല്ലാം വണ്ടികൾ തിരിച്ചുവിടുന്നതാണ്. 3 ദിവസങ്ങളിലായി തെക്കൻ കുറ്റൂർ അൻസാറുൽ ഹുദ സംഘത്തിൻ്റെ കീഴിൽ നടന്നുവന്ന സ്വലാത്ത് വാർഷികം സമാപിച്ചു. നിരവധി വിശ്വാസികൾ പങ്കാളികളായി. സമാപന സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ദുവാ സമ്മേളനത്തിനും സ്വലാത്ത് മജ്ലിസിനും പൂക്കോയ തങ്ങൾ അലവി മുഹമ്മദ് ഫൈസി അത്തിപ്പറ്റ നേതൃത്വം നൽകി. അലവിക്കുട്ടി തയ്യിൽ അധ്യക്ഷത വഹിച്ചു. CP അലി ഹാജി മുഹമ്മദ് കുട്ടി തയ്യിൽ പ്രസംഗിച്ചു. വെട്ടന്യൂസ് തലക്കാട്. വെട്ടം പടിയം ബ്രദേഴ്സ് കലാകായിക ഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വെട്ടം പ്രീമിയർ ലീഗിന്റെ സീസൺ നമ്പർ 1 താരലേലം തിരൂർ സംഘം ഓഡിറ്റോറിയത്തിൽ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. വെട്ടം പ്രീമിയർ ലീഗിന്റെ സീസൺ നമ്പർ 1 താരലേലം വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നെല്ലാഞ്ചേരി നൌഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിലും പുറത്തും പോയി കളിക്കുന്നുണ്ട് പല കളിക്കാരും. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സംസ്ഥാനത്തുള്ള പല പ്രൊഫഷണൽ ക്ലബുകളിലും കളിക്കുന്നുണ്ട്. നമുക്കറിയാം ഗോകുലം, അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് അടക്കം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ജില്ലക്കകത്തുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഈ രൂപത്തില് നമ്മുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ നിന്നും നല്ല കളിക്കാരെ തെരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇതുപോലെ ചെറിയ ചെറിയ ക്ലബുകളെ രൂപീകരിക്കുകയും ആ ക്ലബിൽ നിന്നുള്ള ആളുകളെയാണ് നമ്മളിപ്പോ ഇവിടെ ഓപ്ഷനിലിട്ടിട്ട് അവരുടെ വില കാണുന്നത് ചെയ്യുന്നത്. മത്സര വിജയികൾക്കുള്ള ട്രോഫികളുടെ പ്രകാശനവും നടന്നു. താരലേല നിയന്ത്രണം മീശപ്പ് നിഷാദ് ആഫീസ് എന്നിവർ നിർവഹിച്ചു. മുഖ്യ പ്രായോജകരായ നോവ ഹെൽത്ത് കെയർ MD നൌഷാദിൽ നിന്നും 100 സൗജന്യ ഹെൽത്ത് ചെക്കപ്പ് കാർഡുകൾ ബ്രദേഴ്സ് കലാകായിക ഭവന്റെ മുൻ സെക്രട്ടറി CT സന്തോഷ് ഏറ്റുവാങ്ങി. ചടങ്ങിൽ ക്ലബിന്റെ പ്രസിഡന്റ് ദിനീഷ് വെട്ടം അധ്യക്ഷത വഹിച്ചു. അൽഫാസ് KTO, ലത്തീഫ് CK എന്നിവർ സംസാരിച്ചു. ബ്രദേഴ്സ് കലാകായിക ഭവൻ ജനറൽ സെക്രട്ടറി KTO ഷിഹാബ് സ്വാഗതവും ഇല്യാസ് PP നന്ദിയും പറഞ്ഞു. വെട്ടം പ്രീമിയർ ലീഗ് 2024 ജനുവരി 27-28 തീയതികളിലായി തിരൂർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിലാണ് സംഘടിപ്പിക്കുന്നത്. വെട്ടന്യൂസ് തിരൂർ. ചെറിയമുണ്ടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച താനൂർ MLAയുടെ വികസന വിരോധത്തിനെതിരെയുള്ള 3ാം ഘട്ട പ്രതിഷേധ സായാഹ്ന ധർണ പറപ്പൂത്തടത്ത് താനൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് KN മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. താനൂർ MLAയുടെ വികസന വിരോധത്തിനെതിരെയുള്ള 3ാം ഘട്ട പ്രതിഷേധ സായാഹ്ന ധർണ പറപ്പൂത്തടത്ത് താനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് KN മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 7 വർഷക്കാലം
താനൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ വാഗ്ദാനങ്ങൾ കേട്ട് മടുത്ത ഒരു സാഹചര്യം. ഓരോ പദ്ധതികളും പുതിയ പദ്ധതികൾ ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് നമ്മൾ ഇദ്ദേഹം MLA ആയതിനു ശേഷം ഈ മണ്ഡലവുമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷക്കാലം ഈ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ച പദ്ധതികൾ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് CK അബ്ദു അധ്യക്ഷത വഹിച്ചു. താനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MP അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി. ചെറിയമുണ്ടം പഞ്ചായത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതികളും പാതി വഴിയിൽ നിശ്ചലാവസ്ഥയിലായ താനൂർ സമഗ്ര കുടിവെള്ള പദ്ധതി, പനമ്പാലം പാലം നിർമ്മാണം, പൊൻമുണ്ടം ബൈപ്പാസ് നിർമ്മാണം, നരിയറക്കുന്ന് നിവാസികൾക്ക് പട്ടായ വിതരണം, തിരൂർ മലപ്പുറം റോഡിലെ തലക്കെടുത്തൂർ വയലത്തൂർ വരെ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണുക തുടങ്ങിയ പ്രധാനപ്പെട്ടവ പൂർത്തിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 3ാം ഘട്ട പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ഈ സായാഹ്ന ധർണ. താനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് യൂസഫ് കല്ലേരി, പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി NS നസീർ, V ഇസ്മായിൽ ഹാജി, ഹുസൈൻ തൽക്കടത്തൂർ, VA ഖാദർ, MA റഫീഖ്, CT റഷീദ്, KM ചേക്കുട്ടി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബൈർ, യൂത്ത് ലീഗ് താനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് C നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു. വെട്ടന്യൂസ് താനൂർ. കേന്ദ്ര സിലബസ് വിദ്യാലയങ്ങളുടെ സംഘടനയായ കൗൺസിൽ ഓഫ് CBSE സ്കൂൾ കേരളയും സംസ്ഥാന സ്പോർട്സ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 3ാമത് കേരള സെൻട്രൽ സ്കൂൾ സ്പോർട്സ് മീറ്റ് മത്സരങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ തുടക്കമായി. 14 ജില്ലകളിലെയും വിദ്യാർത്ഥികൾ അണിനിരന്ന മാർച്ച് പാസ്റ്റോടെ ആരംഭിച്ച കായികമേള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി അധ്യക്ഷത വഹിച്ചു. 2 ദിവസങ്ങളിലായാണ് മേള സംഘടിപ്പിക്കുന്നത്. അണ്ടർ 19, 17, 14 വിഭാഗങ്ങളിലായി 100, 200, 400, 800 മീറ്റർ ഓട്ടം, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഷോട്ട് പുട്ട്, 4x100, 4x400 മീറ്റർ റിലേ എന്നിങ്ങനെ 23 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. സംസ്ഥാനത്തെ 14 ജില്ലകളിലെ വിവിധ CBSE, ICSE കേന്ദ്രീയ വിദ്യാലയ, നവോദയ എന്നീ കേന്ദ്ര സിലബസ് സ്കൂളിലെ 1600ഓളം കായിക പ്രതിഭകളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. പരിപാടിയിൽ കേരള സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി K ലീന, മലപ്പുറം, കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമാരായ VP അനിൽ, മീറ്റർ ജനറൽ കൺവീനർ ഡോക്ടർ ഇന്ദിര രാജൻ, മീറ്റ് കോർഡിനേറ്റർ സുചിത്ര, ഷൈജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടന്യൂസ് മലപ്പുറം. ഇതോടെ പ്രൈം ടുഡേ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.